ശത്രുവോ മിത്രവോ എന്ന് നോക്കാതെയാണ് ഞങ്ങൾ ഓരോ രാജ്യങ്ങളെയും സഹായിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് തരൂറിന് നൽകിയ മറുപടിയാണ് തുർക്കിക്ക് എന്തിന് 10 കോടി കൊടുത്തു എന്നുള്ള ചോദ്യത്തിന്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും നമ്മുടെ ശത്രു രാജ്യമാണ്. നാളെ ഇപ്പൊ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പാകിസ്ഥാനും കൊടുക്കുമോ ശത്രുവോ മിത്രമോ എന്ന് നോക്കാതെ 10 കോടി? രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ വ്യക്തിപരമായിട്ട് ശത്രുവോ മിത്രമോ നോക്കാതെ സഹായിക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ശത്രു രാജ്യങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെയും അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ സഹായം നമ്മൾ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയും ഇല്ല, അവർക്ക് ഒന്നും കൊടുക്കില്ല, അവരെ നമ്മൾ ശരിപ്പെടുത്തും എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യാൻ പാടില്ല. ബ്രിട്ടാസിന് പറ്റിയ ഒരു വലിയ പാളിച്ച എന്ന് പറയുന്നത് അതാണ്. അതൊരിക്കലും പ്രത്യേകിച്ച് നമ്മളൊരു പേട്രിയോട്ടിക് ഫീലിംഗ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ അത്തരം സംഭാഷണങ്ങളെന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച് നമ്മളെ തോൽപ്പിക്കുന്ന സംഭാഷണങ്ങളായി മാറും. ശശി തരൂർ എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനായിട്ട് അദ്ദേഹം അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഒന്ന്, നമുക്കറിയാം ശശി തരൂരിൻ്റെ ഈ യുദ്ധ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാലും അതുപോലെ തന്നെ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതിനേക്കാൾ തീവ്രമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം രാജ്യസ്നേഹം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പ്രകടമാക്കുന്നതായ സംഭാഷണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ നയിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രകടനങ്ങളായിരുന്നു പ്രധാനപ്പെട്ടത് ആയിരുന്നു. കോൺഗ്രസ്സുകാരനെന്നുള്ളതല്ല. ഒരുപാട് കാലമായിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടുന്ന ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി എന്ന പരിഗണനയും അതേപോലെ തന്നെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയ എല്ലാ പ്രസ്താവനകളും പരിഗണിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഈ കാര്യത്തിലുണ്ട്. ആ പൊസിഷൻ വെച്ചുകൊണ്ടാണ് തുർക്കിയെ സഹായിച്ച കേരളത്തെ അദ്ദേഹം ചോദ്യം ചെയ്തത്. രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം പറയാനായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സഹായിച്ച സർക്കാരും അതേപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ബുദ്ധിമുട്ടാണ് ബ്രിട്ടാസിൻ്റെ പ്രസ്താവനയിൽ നമ്മൾ കാണുന്നത്. ബ്രിട്ടാസ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇപ്പോൾ തുർക്കി കാണിച്ച നിലപാടില്ലായ്മ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം പാകിസ്ഥാനോട് പറയുന്നു ഇന്ത്യയോട് പോകാൻ പറ, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് ആയുധങ്ങൾ തരാം, സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കാം, ഇന്ത്യ ഞങ്ങൾക്ക് ഏത് രീതിയിലുള്ള പണി തന്നാലും അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത്. ഇതിപ്പോഴത്തെ അവസ്ഥയാണ്. പിന്നെ പാകിസ്ഥാൻ നമ്മളെ തുർക്കിയെക്കാട്ടിലും കൂടുതൽ നമ്മുടെ രാജ്യത്തെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ സഹായിക്കുമ്പോൾ ശത്രുവോ മിത്രമോ എന്ന് നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സമാധാനം ഇല്ലാതാക്കുന്ന, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുന്ന, നമ്മുടെ രാജ്യത്ത് ഭീകരതയെ അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളുടെ രക്തം ഭാരത മണ്ണിൽ ഒഴിപ്പിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ശത്രുതയൊക്കെ മറന്നുകൊണ്ട് സഹായിക്കാൻ കഴിയുക? അല്ല, അങ്ങനെ ശത്രുത മറന്നുകൊണ്ട് ഒരു സഹായം അവിടെ സാധ്യമല്ല. പക്ഷെ അന്ന് സഹായിക്കുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങളില്ലായിരുന്നു. അത് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഒരു രാജ്യം ഭൂകമ്പത്തിൽപ്പെട്ട് വലിയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും സഹായിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ രാഷ്ട്രത്തിലെ ചിലപ്പോൾ സംസ്ഥാനങ്ങൾ ചെറിയ തോതിൽ സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള സഹായത്തിനപ്പുറമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇന്നത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് സഹായം നൽകിയ കാലത്തെ അന്തരീക്ഷമല്ല. അന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ആരും ഒന്നും തന്നെ പറയുമായിരുന്നില്ല, അന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അതന്ന് വിവാദമാകരുത്. ഇപ്പോൾ പക്ഷേ അത് വിവാദമാകുന്നത് ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ എങ്ങനെ അതിനെ ന്യായീകരിക്കുക എന്ന് വെച്ചാൽ ന്യായീകരിക്കാൻ പറ്റില്ലെന്നവർ പറഞ്ഞാൽ മതി. അന്ന് സഹായിച്ചത് എല്ലാ രാജ്യങ്ങൾക്കും ദുരന്തങ്ങളുണ്ടാകുന്ന സമയത്ത് മറ്റു രാജ്യങ്ങൾ സാധാരണ സഹായിക്കുന്ന പോലെയുള്ള സഹായത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു അന്തരീക്ഷം വെച്ച് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ബ്രിട്ടാസ് പറയേണ്ടത് ആവശ്യമാണ്. അതല്ലാണ്ട് അതിന് പകരമായിട്ട് ശത്രുവും മിത്രവും നോക്കാതെ സഹായിക്കും എന്ന് പറയുന്നതിൽ രാജ്യാന്തര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ജടിലമായിട്ടുള്ള പ്രസ്താവനയായിട്ട് മാറിത്തീരും. അതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ. കാരണം ഇതിനെ ന്യായീകരിക്കാൻ ഇന്ത്യക്കാർക്കും തയ്യാറാവും. അതാണല്ലോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുക എന്ന് വരുന്ന ക്വസ്റ്റ്യൻ അതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ശത്രു രാജ്യം,
അവനെ എന്നും ശത്രുവായിട്ട് 47-ന് ശേഷമുള്ള ഏതെങ്കിലും ഒരു സമയത്ത് പാകിസ്ഥാൻ നമുക്ക് സമാധാനം തരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരേ രീതിയിൽ ഇന്ത്യക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതാണ് എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. അതുകൊണ്ട് അവരോട് ഒരു തരത്തിലും പൊറുക്കാൻ പോലും പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇടയ്ക്ക് നമ്മളെ ഉപദ്രവിക്കും, നമ്മൾ തിരിച്ച് കൈപിടിച്ച് ഞെരിക്കും, അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതാണ് സംഭവിച്ചത്. പക്ഷേ എന്തൊരു ദുരിതമാണ് അവർ ഈ നമ്മുടെ രാജ്യത്തിൽ തീവ്രവാദികൾ എന്ന നിലക്ക് കുറേ ആളുകളെ കയറ്റി അയച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഇന്ത്യക്കാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ശത്രു രാജ്യത്തെ നിങ്ങൾ സഹായിക്കൂ എന്ന് ചോദിച്ചാൽ സഹായിക്കില്ല എന്നുള്ളതാണ് ഉത്തരം. ഈ തരൂറിന്റെ നിലപാടുകൾ അത് പലപ്പോഴും ഇപ്പൊ തരൂർ പറഞ്ഞ ഒരു പ്രസ്താവന, അത് ഞാൻ എൻ്റെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുത് രാജ്യമാണ്, രാജ്യമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയമുള്ളൂ എന്ന ശക്തമായ നിലപാടാണ് തരൂർ എടുക്കുന്നത്. തരൂരിനെ BJP-യിലേക്ക് അയക്കാനായി KC വേണുഗോപാൽ അടക്കം വലിയ ബഹളം കൂട്ടുന്നുണ്ട്. കാരണം KCക്ക് മന്ത്രി കസേരയാണ് ആവശ്യം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷെ തരൂരിന്റെ നിലപാടുകൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യങ്ങളാണ്. ഏതൊരു ഇന്ത്യക്കാരനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാചകങ്ങളാണ് തരൂർ പറയുന്നത്. തരൂരിന്റെ നിലപാടിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? തരൂരിൻ്റെ രാഷ്ട്രീയത്തെ മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണാൻ നമ്മൾ നിർബന്ധിതരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം കോൺഗ്രസ്സിൽ വരുന്നത് അദ്ദേഹത്തിന് BJP-യിൽ നിൽക്കാനായിട്ട് പറ്റാത്തതിൻ്റെ പേരിലാണ്. അതല്ലാതെ കോൺഗ്രസ്സിനോടുള്ള പ്രത്യേക മമത കൊണ്ടോ പ്രത്യേക ഇഷ്ടം കൊണ്ടോ ആണോ എന്ന് നമുക്ക് വിലയിരുത്താൻ ആകില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതെല്ലാം സമ്പൂർണ്ണമായിട്ട് കോൺഗ്രസ്സിന് വിധേയമായിട്ട് നിൽക്കുന്ന നിലപാടുകളല്ല. കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് കോൺഗ്രസ് പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പല കാര്യങ്ങളുമുണ്ട്. അപ്പോഴൊക്കെ ഒരു പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുന്നത് തരൂരിനോട് പറയുന്നത് നിങ്ങൾ പാർട്ടിക്ക് വിധേയനായി നിൽക്കൂ എന്നാണ്. പാർട്ടിക്ക് അങ്ങനെ വിധേയനായി നിൽക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം പാർട്ടിയോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്ന എല്ലാം വിഴുങ്ങുക എന്നല്ല. അത് ഈ പാർട്ടിയിൽ മാത്രമല്ല, എല്ലാ പാർട്ടികളിലും അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാറ്. പാർട്ടിക്ക് പൂർണ്ണമായിട്ട് കീഴടങ്ങി പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പാർട്ടി പലപ്പോഴും അധികാര സ്ഥാനങ്ങൾ നൽകുകയുള്ളൂ. തരൂരിന് എന്തുകൊണ്ട് അധികാരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തരൂരിനേക്കാൾ വലിയ നേതാക്കളെ ഇല്ല കോൺഗ്രസ്സിൽ. പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് നെഹ്റു കുടുംബമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധി കുടുംബം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യത്തിലാണ് കോൺഗ്രസ്. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പലപ്പോഴും കോൺഗ്രസ്സിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കാറുള്ളത്. ശശി തരൂർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് തന്നെ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ ഒരുപാട് കാലത്തെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ നോവലുകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഒക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വലിയ ഓറ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു വലിയ മനുഷ്യനാണ്, വിശ്വപൗരനെന്നാണല്ലോ സാധാരണ ആളുകൾ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ആ സ്റ്റാച്ചറിനനുസരിച്ചിട്ട് എല്ലായ്പ്പോഴും നിലപാടെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് ശശി തരൂരിൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്ന് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ എത്തിയ അദ്ദേഹം പാകിസ്ഥാനെതിരെ ഇത്ര ശക്തമായിട്ടുള്ള രീതിയിലാണ് അമേരിക്കയുടെ മുന്നിൽ നമ്മുടെ വിഷയം അവതരിപ്പിച്ച് വളരെ വലിയ അംഗീകാരം നമുക്ക് നേടിയെടുക്കാനും നമ്മളുടെ ദൗത്യം അത് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് BJP-യുടെ സർക്കാർ എന്ന നിലയ്ക്ക് ഈ സമയത്ത് നമ്മൾ കണക്കാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു സർക്കാരിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ അവരങ്ങനെ പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തെ നമ്മളും അങ്ങനെ തന്നെ പരിഗണിക്കേണ്ടതായിട്ട് വരും. അതിനപ്പുറമായിട്ട് രാഷ്ട്രീയമായിട്ട് വിശകലനത്തിന് വിധേയമാക്കുമ്പോഴാണ് അത് BJP ഗവൺമെൻറ്റാണ്, നരേന്ദ്രമോദിയാണ്, RSS ആണ്, അങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ യുദ്ധമുഖത്ത് നിൽക്കുകയും നമ്മൾ ശത്രു രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യണം. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ട് എന്ന നിലക്ക് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ പെട്രോട്ടിസമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു സ്തൂപമായിട്ട് ശശി തരൂർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ബ്രിട്ടാസിനുള്ള ക്വസ്റ്റ്യൻ പോലും ആ പേട്രിയോട്ടിക് അടിത്തറയിൽ നിന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് അത് വളരെ രൂക്ഷമായിരിക്കുന്നതും അത് പ്രസക്തമായി തീരുന്നത്. അതിന് കൃത്യമായിട്ട് മറുപടി പറയാനായിട്ട് ബ്രിട്ടാസിന് പറ്റാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ്.